ളിയെക്കുറിച്ച് സ്ഥിരമായി PSC ചോദിച്ചു വരുന്ന 11 പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ. വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. കല്ലുമാല സമരം നയിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അതിനുത്തരം അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നയിച്ചത്. ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ പ്രതിമയാണ് തിരുവനന്തപുരം കവടിയാറിൽ സ്ഥാപിച്ചിരിക്കുന്നത്? അയ്യങ്കാളിയുടെ പ്രതിമയാണ് തിരുവനന്തപുരം കവടിയാറിൽ സ്ഥാപിച്ചിരിക്കുന്നത്. സാധുജന പരിപാലന സംഘം 1907 സ്ഥാപിച്ചത് ആര്? അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം 1907 സ്ഥാപിച്ചത്. മഹാത്മാഗാന്ധി ആരെയാണ് പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത്? അയ്യങ്കാളിയെയാണ് മഹാത്മാഗാന്ധി പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത്. വർഷം 1937. തിരുവിതാംകൂറിൽ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത് അംഗമാക്കപ്പെട്ട ആദ്യത്തെ സമുദായാംഗം. തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത് അംഗമാക്കപ്പെട്ട ആദ്യത്തെ സമുദായാംഗമാണ് അയ്യങ്കാളി. സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം ഏത് നവോത്ഥാന നായകൻ്റെ ബഹുമാനാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്നു? സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം ഏത് നവോത്ഥാന നായകൻ്റെ ബഹുമാനാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്നു? അയ്യങ്കാളിയുടെ ബഹുമാനാർത്ഥമാണ് പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം നാമകരണം ചെയ്തിരിക്കുന്നത്. പെരിനാട് സമരം നയിച്ചത് ആര്? പെരിനാട് സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. വർഷം 1915. 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ച നവോത്ഥാന നായകൻ. അയ്യങ്കാളിയാണ് 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ചത്. തിരുവിതാംകൂറിൽ ആദ്യത്തെ സംഘടിത കർഷക സമരം നയിച്ചത് ആര്? തിരുവിതാംകൂറിൽ ആദ്യത്തെ സംഘടിത കർഷക സമരം നയിച്ചത് അയ്യങ്കാളി. 1905 വെങ്ങാനൂരിൽ അവശ്യ സമുദായങ്ങൾക്കായി ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചതാര്? 1905 വെങ്ങാനൂരിൽ അവശ്യ സമുദായങ്ങൾക്കായി ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് അയ്യങ്കാളി. ഇത്രയുമാണ് അയ്യങ്കാളിയെക്കുറിച്ച് PSC സാധാരണ ചോദിച്ചു വരുന്ന ചോദ്യോത്തരങ്ങൾ. താങ്ക് യു.